അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി രണ്ടാം ഊഴം ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു. ഉദ്ഘാടന പ്രസംഗത്തിൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രഖ്യാപനങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒന്ന്, ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും WHO നിന്നും പിന്മാറാനുള്ള അമേരിക്കയുടെ തീരുമാനം. രണ്ട്, ക്യൂബ എന്ന രാജ്യത്തെ ഭീകരവാദത്തെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റാണ്, US പ്രസിഡന്റാണ്. അതാണ് അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകത. ലോകത്ത് ഏറ്റവും അധികാരമുള്ള പവർഫുൾ മാൻ അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഒരു വനിത ഇന്നുവരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. എന്നാലും പറയുകയാണ്, ഭാവിയിൽ അങ്ങനെ വന്നാൽ ഹിലരി ക്ലിന്റൺ മത്സരിച്ച് തോറ്റു, കമല ഹാരിസ് മത്സരിച്ച് തോറ്റു. മൂന്നാമത് ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും അധികാരമുള്ള പദവിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ WHO ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള ട്രംപിന്റെ തീരുമാനം അതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടിന്റെ ഏറ്റവും വലിയ സംഭാവന അതിലേക്ക് നൽകുന്നത് അമേരിക്കയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടിന്റെ വാർഷിക ഫണ്ടിന്റെ ഏതാണ്ട് 20% നൽകുന്നത് അമേരിക്കയാണ്. അത് വലിയ തുകയാണ്. അപ്പൊ അത് നിന്നാൽ ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ UN കീഴിൽ ലോകത്തൊട്ടേറെ ജീവകാരുണ്യ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. യുദ്ധമുന്നണിയിലും ദുരിതത്തിലും മഹാമാരിയിലും നമുക്കറിയാം, വസൂരി ലോകത്തുനിന്ന് ഉച്ചാടനം ചെയ്യുന്നതിലും എയ്ഡ്സ് HIV പ്രശ്നം വന്നപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളിൽ ലോകത്ത് മഹാമാരികൾ പകരാതിരിക്കാൻ അവസാനം കോവിഡ് 2018 കോവിഡ് വന്നപ്പോഴും ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ഏകോപിപ്പിച്ച് ചെയ്തൊക്കെ ലോകത്തിന് വലിയ മാതൃകയാണ്. അപ്പൊ ഇതിനൊക്കെ ഫണ്ട് വേണം. ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് അമേരിക്കയാണ്. 20% WHO ഫണ്ട് എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭ അത് എങ്ങനെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ ഒരു മാനദണ്ഡമുണ്ട്. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതി, വളർച്ച, പോപ്പുലേഷൻ, ജനസംഖ്യ എന്നിവ നോക്കിയിട്ടാണ് ഓരോ രാജ്യവും WHO അതുപോലെ UN കീഴിലുള്ള മറ്റ് ഏജൻസികൾക്കും നൽകേണ്ടുന്ന സംഭാവന തുക നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും സമ്പദ്ഘടന, ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യം, ഏറ്റവും പുരോഗതിയുള്ള രാജ്യം എന്ന നിലയ്ക്ക് അവരുടെ വിഹിതം കൂടും. അതേപോലെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ വിഹിതം കുറയും. അങ്ങനെ ഒരു നിബന്ധനയിലാണ് UN കീഴിൽ WHO പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പിന്മാറ്റം, അദ്ദേഹം ആദ്യ തവണ പ്രസിഡന്റായിട്ട് ഇരുന്നപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു പിന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം കാരണമെന്ന് പറഞ്ഞത് കോവിഡ് കാലത്ത് WHO അല്ലെ UN ചൈനയെ പിന്തുണച്ചു എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം, അപ്പോൾ ജോ ബൈഡൻ, ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വീണ്ടും വന്നപ്പോൾ ജോ ബൈഡൻ പ്രസിഡന്റ് ആയപ്പോൾ തീരുമാനം പിൻവലിച്ചു, എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേന പിൻവലിച്ചു. സഹായങ്ങൾ തുടർന്ന് നൽകി, WHO ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകി അമേരിക്ക. അതാണിപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ അത് റദ്ദാക്കുന്നത്. അപ്പോൾ ഇത് WHO 25ാം വാർഷികമാണ്. UN നിലവിൽ വന്ന 45 UN നിലവിൽ വന്നു. 48 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന UN കീഴിൽ നിലവിൽ വന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്ത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർഷിക WHO ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $3 ബില്യൺ. 3 ബില്യൺ, ബി ഫോർ ബാങ്ക്, ബില്യൺ ഡോളറാണ്. എന്ന് പറഞ്ഞാൽ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഏതാണ്ട് 26,000 കോടി രൂപ വരും. അപ്പൊ ഈ ഒരു തുക ആണ് WHO വാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. അതിലാണ്
ഇപ്പൊ അമേരിക്ക ഈ 20% വിഹിതം കട്ട് ചെയ്യുന്നത് WHO പിന്മാറുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോ പകരം എന്താണ് മാർഗം? ഇത് അമേരിക്കയുടെ പിന്മാറ്റം ചരിത്രം രേഖപ്പെടുത്തുക അമേരിക്കയുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്നായിരിക്കും. ഫണ്ട് അമേരിക്കയുടെ സംഭാവന ഈ $3 ബില്യൺ ഒരു 20% നഷ്ടം വരുമ്പോൾ, കുറവ് വരുമ്പോൾ അത് മറികടക്കാൻ ചാരിറ്റി, ലോക കോർപ്പറേറ്റുകളുടെ സംഭാവന, മറ്റ് സംഘടനകളുടെ സംഭാവനയൊക്കെ WHO വന്നെങ്കിൽ മാത്രമേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ, ലോകത്തെ ഏറ്റവും വലിയ 10 സമ്പന്നരിൽ ഒരാളായ ബിൽഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽഗേറ്റ്സ് ഒരു വലിയ തുകയാണ് ഓരോ വർഷവും ചാരിറ്റിക്ക് ചെലവഴിക്കുന്നത്. ഇത്തവണ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ 2025 ബജറ്റ് എന്ന് പറയുന്നത് $8.74 ബില്യൺ ലോകത്താകമാനം അവർ ക്ഷേമ ദുരിത നിവാരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. $8.74 ബില്യൺ. നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക ബജറ്റ് $3 ബില്യൺ മാത്രമാണ്. ഇതേപോലെയുള്ള ഒരു ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലുള്ളവരെ, അല്ലെ ബിൽഗേറ്റ്സ് പോലുള്ള കോടീശ്വരന്മാരെ, ലോകത്തെ മറ്റുള്ളവരെ, ഇപ്പൊ പുതിയ കോടീശ്വരന്മാർ വരുന്നുള്ളത് ഈ നമ്മുടെ നാട്ടിലും അംബാനി, അദാനി തുടങ്ങിയവരൊക്കെ ഉണ്ടല്ലോ. അതേപോലെ എലോൺ മസ്ക്, ഏറ്റവും പുതിയ കോടീശ്വരൻ, 1-ാം നമ്പർ. ഇവരൊക്കെ അവരിപ്പോ എലോൺ മസ്ക് ഇപ്പൊ ട്രംപിന്റെ ആൾക്കാരാണ്. അപ്പോൾ അമേരിക്കയിലുള്ള ശതകോടീശ്വരന്മാര്, അതാണല്ലോ ഈ പറയുന്ന ഏറ്റവും വലിയ സമ്പന്നരെ വിളിക്കുന്നത് ശതകോടീശ്വരന്മാര്. അവര് അമേരിക്കയിൽ നിന്നിലെ പൗരന്മാരായ അവര് WHO സഹായം, സംഭാവന കൊടുക്കുന്നത് തടയാൻ ട്രംപ് രംഗത്ത് വരും. ഇലോൺ മസ്ക് അതുകൊണ്ട് ഒരു പൈസയും തരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റുള്ളവരെയും, ബിൽഗേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെയും ഫൗണ്ടേഷനുകളെയും തടയാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം വഴി മുടക്കാൻ ട്രംപ് ശ്രമിക്കും എന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം വീഡിയോ പറഞ്ഞ പോലെ ട്രംപ് ലോകത്തിന് ഭീഷണിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ സംഭാവനകൾ വന്നെങ്കിൽ മാത്രമേ WHO ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അമേരിക്കയുടെ തീരുമാനത്തെ മറികടക്കാൻ ഉള്ള ഒരു വഴി തുറക്കപ്പെടേണ്ടതുണ്ട്. നിശ്ചയമായിട്ടും അതുണ്ടാകും എന്നാണ് മനുഷ്യ രാശിക്ക് വേണ്ടി നമുക്ക് പറയാൻ കഴിയുക. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക എവിടേക്ക് പോകുന്നു എന്നത് ചരിത്രം രേഖപ്പെടുത്തും. കാരണം ചൈനയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചൈന ഇതിനകം തന്നെ അമേരിക്കയേക്കാൾ ഒരു 25 കൊല്ലം മുമ്പിലാണ്. ഇന്ത്യ ചൈനയേക്കാൾ ഒരു 50 കൊല്ലം പിന്നിലുമാണ്. ഇത് ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ആർക്കും വിരോധം തോന്നരുത് നമ്മുടെ പ്രേക്ഷകർക്ക്. ഇന്ത്യയെ നാണം കെടുത്തി പറയുകയാണ്. അതല്ല, ഈ വികസനം, ടെക്നോളജി, സാങ്കേതിക വിദ്യ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ, അതുപോലെ ബഹിരാകാശ ഗവേഷണം, ഇതിലൊക്കെ ചൈന അമേരിക്കയെ മറികടന്ന് പോയിട്ട് വർഷങ്ങളാവുന്നു. നമ്മൾ ചൈനയേക്കാൾ ഒരു 50 കൊല്ലം പിന്നിലുമാണ് ഇപ്പോഴും. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുണ്ട്. അത് ചൈനയോട് മത്സരിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള കഴിവും ശേഷിയൊക്കെ ഇന്ത്യക്കും ഉണ്ട്. അമേരിക്ക ഉറങ്ങിപ്പോയ ചൈന മുന്നിലെത്തി എന്നുള്ളത് ട്രംപ് മനസ്സിലാക്കുന്നു, അമേരിക്കക്കാരും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പക്ഷെ എടുക്കുന്ന നടപടികൾ ഒരിക്കലും നല്ല ഫലമല്ല അമേരിക്കയ്ക്കും സമ്മാനിക്കുക. ഭാവിയില്ല ദുരിതങ്ങളെ സമ്മാനിക്കുക എന്നുള്ളത് അമേരിക്ക അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം തിരിച്ചറിയുന്നില്ല. ഈ ട്രംപിനെ ജയിപ്പിച്ച അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങളും അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. അപ്പൊ ചൈന മുന്നേറുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന നിലപാടുകൾ, WHO ചൈനയെ സപ്പോർട്ട് ചെയ്തതിന് പേരിൽ ഒരു രാജ്യാന്തര ബോഡി ഫോറത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമ്പോൾ അവസാന നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും. WHO താൽക്കാലിക ചില തിരിച്ചടികൾ വരും, പക്ഷെ അതിനെ മറികടക്കാനുള്ള ശേഷി ലോകത്തിനുണ്ട്. അത് വരും നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാന ലാപ്പിൽ നഷ്ടം വരുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും